നികുതി ഘടന ഏകീകരിക്കപ്പെടുന്നതോടെ പല മേഖലകളിലും നികുതി നിരക്ക് കുറയുമെന്നതാണ് GST കൊണ്ടുണ്ടാകുന്ന ഒരു നേട്ടം. ഉദാഹരണത്തിന് സിമന്റിന്റെ ഉൽപ്പാദനം, വിതരണം തുടങ്ങി പല ഘട്ടങ്ങളിലും നിരവധി നികുതികൾ ഉള്ളതിനാൽ 27 മുതൽ 32% വരെ നികുതി നൽകേണ്ടി വരുന്നുണ്ട്. GST നടപ്പാകുന്നതോടെ ഇത് 18 മുതൽ 20% കുറയും. ഇതോടെ സിമന്റ് വില താഴും. വാഹനവില കുറയുന്നതിനും GST സഹായകരമാകും. 30 മുതൽ 47% വരെയാണ് നിലവിൽ വാഹനങ്ങൾക്കുള്ള നികുതി. ഇത് 22% കുറയും. സേവന നികുതി, വിനോദ നികുതി, വാറ്റ് എന്നിവയിൽ ഏകീകരണം വരും. ഇവയെല്ലാം ചേർത്ത് 24% വരെ നികുതി വരുന്ന മേഖലകളിൽ GST വരുന്നതോടെ പരമാവധി 20% നികുതി കുറയും. അതേസമയം മദ്യത്തിനുള്ള നികുതി കുറയില്ല. GSTക്ക് പുറമെ സംസ്ഥാന നികുതി കൂടി വരുന്നതുകൊണ്ടാണിത്. സ്വർണത്തിൻ്റെ GST 4% നിജപ്പെടുത്തിയിട്ടുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന നികുതികൾ തുടരുന്നതിനാൽ വിലയിൽ തൽക്കാലം മാറ്റമുണ്ടാകില്ല. പുകയില ഉൽപ്പന്നങ്ങൾക്ക് GSTക്ക് പുറമെ കേന്ദ്ര നികുതി കൂടിയുള്ളതിനാൽ വില കുറയില്ല. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. ഗുജറാത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാം. ഗാന്ധിനഗറിൽ ചേരുന്ന BJP നിയമസഭാ കക്ഷിയോഗമാണ് നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. ഗുജറാത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആനന്ദിബെൻ പട്ടേൽ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. ഇന്നലെ ഡൽഹിയിൽ ചേർന്ന BJP പാർലമെന്ററി ബോർഡ് യോഗത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് BJP MLA-മാർ ഗാന്ധിനഗറിൽ യോഗം ചേരുന്നത്. മുതിർന്ന നേതാക്കളായ നിതിൻ ഗഡ്കരിയും സരോജ് പാണ്ഡെയും നിരീക്ഷകരായി നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കും. അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രിയാകില്ലെന്ന് വ്യക്തമായതോടെ നിലവിൽ മന്ത്രിമാരായ വിജയ് രൂപാനിയോ നിതിൻ പട്ടേലോ പുതിയ മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. ഇടഞ്ഞു നിൽക്കുന്ന പട്ടേൽ സമുദായത്തിൽ നിന്നുള്ള അംഗമെന്നതും സംസ്ഥാന മന്ത്രിസഭയിലെ മുതിർന്നയാൾ എന്നതും നിതിൻ പട്ടേലിന് അനുകൂല ഘടകങ്ങളാണ്. അതേസമയം അമിത്ഷായുടെ വിശ്വസ്തനെന്നതും പാർട്ടി തലത്തിലെയും സർക്കാർ തലത്തിലെയും പരിചയസമ്പത്തും ഗുജറാത്ത് BJP അധ്യക്ഷൻ കൂടിയായ വിജയ് രൂപാനിക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, മുംബൈ. മോട്ടോർ വാഹന നിയമ ഭേദഗതി ബില്ലിന് കേന്ദ്ര ക്യാബിനറ്റിന്റെ അംഗീകാരം. ഭേദഗതി പ്രകാരം മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ കുറഞ്ഞത് 10,000 രൂപ പിഴയടയ്ക്കണം. ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിച്ചാൽ 3 മാസത്തേക്ക് ലൈസൻസ് റദ്ദാക്കും. ഇതിനു പുറമെ 1000 രൂപ പിഴ നൽകുകയും വേണം. വാഹനാപകടങ്ങൾ മൂലമുള്ള മരണനിരക്ക് 5 വർഷത്തിനുള്ളിൽ 50% കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന നിയമത്തിലെ ഭേദഗതി. നിലവിലെ നിയമത്തിലെ 68 വകുപ്പുകളാണ് ഭേദഗതി ചെയ്യുന്നത്. ബില്ലിലെ പ്രധാന ഭേദഗതികൾ ഇവയാണ്. മദ്യപിച്ച് വാഹനമോടിച്ചാലുള്ള കുറഞ്ഞ പിഴ 10,000 ആക്കി. നിലവിൽ അത് 2,000 രൂപയാണ്. ഹെൽമറ്റ് ഇല്ലാതെ ഇരുചക്ര വാഹനം ഓടിച്ചാലുള്ള പിഴ 100 രൂപയിൽ നിന്ന് 1000 ആക്കി. പിഴയ്ക്ക് പുറമെ ലൈസൻസ് 3 മാസത്തേക്ക് റദ്ദാക്കുകയും ചെയ്യും. വാഹനമിടിച്ച് പരിക്കേൽപ്പിച്ചാലുള്ള നഷ്ടപരിഹാരം 25,000-ൽ നിന്ന് കുറഞ്ഞത് 2 ലക്ഷവും പരമാവധി 10 ലക്ഷവുമാക്കി ഉയർത്തി. അശ്രദ്ധമായി വാഹനമോടിച്ചാലുള്ള പിഴ 1000-ൽ നിന്ന് 5,000 ആക്കി. ലൈസൻസ് ചട്ടങ്ങൾ ലംഘിച്ചാൽ 25,000 മുതൽ 1 ലക്ഷം വരെയും, ലൈസൻസ് ഇല്ലെങ്കിൽ 5,000 രൂപയും പിഴ അടയ്ക്കണം. സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ 1000 രൂപ പിഴ നൽകണം. നിലവിലത് 100 രൂപയാണ്. പുതിയ ഭേദഗതി പ്രകാരം ഏറ്റവും കുറഞ്ഞ പിഴ 500 രൂപയാണ്. ഭേദഗതി ബിൽ നടപ്പ് പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. ബിൽ എത്രയും പെട്ടെന്ന് നിയമമാക്കാനാണ് സർക്കാർ നീക്കം. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. കോഴിക്കോട് വിമാനത്താവള വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ പുനരധിവാസ പാക്കേജ് ഉറപ്പാക്കാൻ തീരുമാനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തലസ്ഥാനത്ത് വിളിച്ചു ചേർത്ത മലപ്പുറം ജില്ലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലാണ് തീരുമാനം. സ്ഥലമേറ്റെടുപ്പിലെ അനിശ്ചിതത്വം ഒഴിവാക്കുന്നതിനാണ് യോഗം വിളിച്ചത്. മന്ത്രി KT ജലീൽ, കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സ്ഥലമേറ്റെടുപ്പിന് എല്ലാവരും സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. എന്നാൽ